ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അശ്വതി ആകാശ്. ഇന്ന് നമുക്ക് കേരള PSCയുടെ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിന്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് ലങ്സിന്റെ അനാറ്റമി നോക്കാം. ലങ്സ്, ഇതാണ് നമ്മുടെ ലങ്സിന്റെ ഒരു ഫോട്ടോയാണ്. ഈ ലങ്സ് ഇരിക്കുന്നത് നമ്മുടെ തൊറാക്സിക് ക്യാവിറ്റിയിലാണ്. തൊറാക്സ് എന്ന് പറയുന്നത് നമ്മുടെ കഴുത്ത് മുതൽ അബ്ഡമൻ വരെയുള്ള ഏരിയയ്ക്കാണ് നമ്മൾ തൊറാക്സ് എന്ന് പറയുന്നത്. ലങ്സ് ഇരിക്കുന്നത് ഈ തൊറാക്സിക് ക്യാവിറ്റിയിലാണ്. ലങ്സിന്റെ ലൊക്കേഷൻ, ലങ്സിന്റെ ഫങ്ഷൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എയറിലുള്ള ഓക്സിജൻ ബ്ലഡിലേക്ക് പാസ് ചെയ്യുകയും അതുപോലെ തന്നെ ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് തള്ളുകയാണ് ലങ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ. ലങ്സിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ലങ്സ് ആണുള്ളത്. റൈറ്റ് ലങ്ങും ഉണ്ട്, ലെഫ്റ്റ് ലങ്ങും ഉണ്ട്. ഇത് തൊറാക്സിക് ക്യാവിറ്റിയിലാണ് ഇരിക്കുന്നത്. റൈറ്റ് ലങ് ആണ് കുറച്ചുകൂടി വലുത്. ലെഫ്റ്റ് ലങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വലുതായിട്ടുള്ളത് റൈറ്റ് ലങ് ആണ്. റൈറ്റ് ലങ്ങിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 700 ഗ്രാംസ് ആണ്. ലെഫ്റ്റ് ലങ് ആണെങ്കിൽ ഒരു 650 തൊട്ട് 600 ഗ്രാംസ് വരെ ആയിരിക്കും ലെഫ്റ്റ് ലങ്ങിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ലങ്സിനെ ഒരു ഫ്ലൂറ എന്ന് പറയുന്ന ഒരു മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഫ്ലൂറയാണ് ലങ്സിനെ കവർ ചെയ്യുന്നത്. ഈ ഫ്ലൂറയ്ക്ക് രണ്ട് ലേയേഴ്സ് ഉണ്ട്. ആ ലേയേഴ്സിന്റെ പേരാണ് വിസറൽ ഫ്ലൂറ. വിസറൽ ഫ്ലൂറ എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്നതാണ് വിസറൽ ഫ്ലൂറ. വിസറൽ ഫ്ലൂറയും ഉണ്ട്, അതാണ് ഉള്ളിലുള്ള ലെയർ. എന്നിട്ട് വെളിയിലുള്ള ലെയറിനെ നമ്മൾ പാരൈറ്റൽ ഫ്ലൂറ എന്നും പറയുന്നുണ്ട്. അപ്പൊ ലങ്സിന്റെ കവറിംഗ് ആണ് ഫ്ലൂറ. ഫ്ലൂറയ്ക്ക് രണ്ട് ലേയേഴ്സ് ഉണ്ട്. ഉള്ളിലുള്ള ലെയർ ആണ് നമ്മുടെ വിസറൽ ഫ്ലൂറയും, പുറത്തുള്ള ലെയറിനെ നമ്മൾ പാരൈറ്റൽ ഫ്ലൂറ എന്നാണ് പറയുന്നത്. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കായിട്ട് പ്ലൂറൽ ഫ്ലൂയിഡ് ഉണ്ട്. അപ്പം ഈ പ്ലൂറൽ ഫ്ലൂയിഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബ്രീത്തിങ് സമയത്ത് ഇത് ഫ്രിക്ഷൻ രണ്ട് ലേയേഴ്സും തമ്മിൽ സ്ലൈഡ് ചെയ്യും. ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ, ബ്രീത്തിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ സ്ലൈഡ് ചെയ്യാൻ സഹായിക്കുന്നത് നമ്മുടെ പ്ലൂറൽ ഫ്ലൂയിഡ് ആണ്. Each lung is enclosed within a pleural sac of two membranes called pleura. The outer layer is called parietal pleura and the inner layer is visceral or pulmonary pleura. The membranes are separated by a film of pleural fluid which allows the inner and outer membrane to slide over each other while breathing take place without much friction. ഇനി ലങ്സിന്റെ പാർട്സ് നോക്കാം. ലങ്സ് ഒരു കോൺ ഷേപ്പിലാണ്, കോണിക്കലാണ് ലങ്സ് ഇരിക്കുന്നത്. ഇതിനൊരു അപ്പെക്സ് ഉണ്ട്. അപ്പെക്സ് എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗത്തിനാണ് നമ്മൾ അപ്പെക്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ബേസ് ഉണ്ട്. ബേസ് എന്ന് പറഞ്ഞാൽ താഴ്ഭാഗം. ഓക്കെ, അതുപോലെ 3 ബോർഡറുകളുണ്ട്. ബോർഡർ എന്ന് പറഞ്ഞാൽ അരികുകൾ പോലെ. അപ്പൊ 3 ബോർഡർ എന്ന് പറയുന്നത് ഇതാണ് ഈ കാണുന്നത്. ഫ്രണ്ടിൽ കൂടെ പോകുന്നത് ആന്റീരിയർ ബോർഡർ, പുറകിൽ കൂടെ ഒരു പോസ്റ്റീരിയർ ബോർഡർ, പിന്നെ താഴെ കൂടെ ഒരു ഇൻഫീരിയർ ബോർഡർ. അങ്ങനെ 3 ബോർഡർ ഉണ്ട്. പിന്നെ അതുപോലെ 2 സർഫസ് ഉണ്ട്. ഒന്ന് സർഫസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റൽ സർഫസ്. കോസ്റ്റൽ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിബ്സുമായിട്ട്, ഇപ്പൊ ഈ ലങ്സിന്റെ മുകളിൽ റിബ്സ് വരും. അപ്പൊ ഈ റിബ്സുമായിട്ട് ചേർന്നിരിക്കുന്ന ഭാഗമാണ് കോസ്റ്റൽ സർഫസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മീഡിയൽ സർഫസ് ഉണ്ട്. മീഡിയൽ എന്ന് പറഞ്ഞാൽ ഈ നടുക്ക് പോർഷൻ. ഏതൊരു സാധനത്തിന്റെ നമ്മൾ നടുക്ക് പോർഷനാണ് മീഡിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ നടുക്ക് പോർഷനെയാണ് മീഡിയൽ സർഫസ് എന്ന് പറയുന്നത്. മീഡിയൽ സർഫസ് പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് വെർട്ടിബ്രൽ പാർട്ട് ഒന്നും മീഡിയസ്റ്റൈനൽ പാർട്ട് ഉണ്ട്. ഓക്കെ, ഇനി ലങ്സിന്റെ അപ്പെക്സ് എന്ന് പറയുന്നത്. ഈ അപ്പെക്സ് ഇതാണ് ലങ്സിന്റെ അപ്പെക്സ്. ഓക്കെ, ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇത് നമ്മുടെ കോളർ ബോൺ ആണ്, അല്ലെങ്കിൽ ബ്യൂട്ടി ബോൺ എന്നൊക്കെ പറഞ്ഞ ക്ലാവിക്കിളാണ് ഈ സാധനം. അപ്പം ഈ ലങ്സിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഈ ക്ലാവിക്കിളിനെക്കാളും ഒരു 2.5 സെന്റിമീറ്ററൂടെ മുകളിലേക്ക് വരും ലങ്സിന്റെ അപ്പെക്സ്. ഇത്രയും ഭാഗം നമ്മുടെ ഈ പിക്ചറിൽ കാണുന്ന പോലെ കുറച്ചുകൂടി മുകളിലേക്ക് വരുന്നു. 2.5 സെന്റിമീറ്റർ എബോവ് ദ മീഡിയൽ വൺ-തേർഡ് ഓഫ് ക്ലാവിക്കിൾ, ജസ്റ്റ് മീഡിയൽ ടു സുപ്രാക്ലാവിക്കുലർ ഫോസ. ഇതിനെയാണ്, ഈ ഏരിയക്കാണ് സുപ്രാക്ലാവിക്കുലർ ഫോസ എന്ന് പറയുന്നത്. ഇതിന് മീഡിയൽ ആയിട്ട്, അതായത് ഏകദേശം ഈ ഭാഗത്തായിട്ടായിരിക്കും നമ്മുടെ അപ്പെക്സ് വരുന്നത്. ആ ഭാഗത്ത് ലങ്സിന്റെ ആ ഭാഗത്ത് കവർ ചെയ്യുന്നത് സെർവൈക്കൽ ഫ്ലൂറയും സുപ്രാ ഫ്ലൂറൽ മെംബ്രെയിൻസ് കൊണ്ടാണ്. ഓക്കെ, ഇനി ലങ്സിന്റെ ബേസ്. ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ഡയഫ്രത്തിലായിരിക്കും റെസ്റ്റ് ചെയ്യുന്നത്. ഈ ബേസ് നമ്മൾ കാണുന്ന പോലെ തന്നെ അത് സെമി ലൂണാറും കോൺകേവും ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഈ ഡയഫ്രത്തിൽ റെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് സെപ്പറേറ്റ് ചെയ്യുന്നു. റൈറ്റ് ലങ്ങിന് റൈറ്റ് ലോബ് ഓഫ് ലിവറും ലെഫ്റ്റ് ലങ്ങിന് ലെഫ്റ്റ് ലോബ് ഓഫ് റിവറും പിന്നെ അതുപോലെ ഫണ്ടസ് ഓഫ് ദ സ്റ്റൊമക്ക്, സ്പ്ലീനിനും ഒക്കെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഇനി ബോർഡേഴ്സ്, ലങ്സിന്റെ 3 ബോർഡർ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ആന്റീരിയർ ബോർഡർ,
പോസ്റ്റീരിയർ പുറകിൽ കൂടെ ഉള്ളത് പോസ്റ്റീരിയർ ബോർഡർ, താഴേക്കുള്ളത് ഇൻഫീരിയർ ബോർഡർ. ഈ ആന്റീരിയർ ബോർഡർ നല്ല നേരത്തെ ഒരു ബോർഡറാണ് ആന്റീരിയർ ബോർഡർ എന്ന് പറയുന്നത്. എന്നാൽ ഇത് പോസ്റ്റീരിയർ പുറകിലുള്ള ബോർഡറിനേക്കാളും ഇച്ചിരി ചെറുതാണ്. ഈ ആന്റീരിയർ ബോർഡർ നമ്മുടെ ലെഫ്റ്റ് ലങ്ങിൽ വരുമ്പോഴത്തേക്ക് ഈ അവിടെ ഒരു നോച്ച് കാണും. അതായത് നമ്മുടെ ഹാർട്ട് ഈ ഭാഗത്തായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു നോച്ച് ഉണ്ട്. ഒരു ആ ഹാർട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊരു നോച്ച് എന്ന് പറഞ്ഞ ഒരു കുഴി പോലെ ഒരു ഏരിയ ഉണ്ട്. അതിനെയാണ് നമ്മൾ കാർഡിയാക് നോച്ച് എന്ന് പറയുന്നത്. The anterior border of left lung shows a wide cardiac notch below the level of fourth costal cartilage. The heart and the pericardium are uncovered by lungs in this region of this notch. അപ്പം ഹാർട്ടും പെരികാർഡിയം ഈ ഏരിയയിൽ കവർ ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. ഇതാണ് ആന്റീരിയർ ബോർഡർ എന്ന് പറയുന്നത്. ആന്റീരിയർ ബോർഡർ നല്ല തിന്നായിട്ടുള്ള ബോർഡറാണ്. പോസ്റ്റീരിയർ ബോർഡറിനേക്കാളും ചെറുതാണ്. ലെഫ്റ്റ് ലങ്ങിൽ ആന്റീരിയർ ബോർഡറിൽ ഒരു കാർഡിയാക് നോച്ച് ഉണ്ട്. അവിടെയാണ് ഹാർട്ട് വരുന്നത്. ഇനി പോസ്റ്റീരിയർ ബോർഡർ ആക്ച്വലി നല്ല ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ബോർഡർ അല്ല. ഇതിന്റെ ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ സെർവൈക്കൽ സ്പൈൻ, നമ്മുടെ വെർട്ടിബ്രയുടെ സെർവൈക്കൽ സ്പൈൻ, കഴുത്ത് വരുന്ന ആ സ്പൈൻ, അതാണ് സെർവൈക്കൽ സ്പൈൻ എന്ന് പറയുന്നത്. കഴുത്ത് ഏരിയയില്. അപ്പൊ അവിടുത്തെ സെർവൈക്കൽ റീജിയനിലെ 7ാമത്തെ സെർവൈക്കൽ സ്പൈൻ തൊട്ട് 10ാമത്തെ തൊറാക്സിക് സ്പൈൻ വരെയാണ് ഈ പോസ്റ്റീരിയർ ബോർഡർ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അതിന്റെ ലെവൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തൊട്ട് ഇവിടം വരെയാണെന്നാണ് പറയുന്നത്. അതായത് 7th സെർവൈക്കൽ സ്പൈൻ തൊട്ട് 10th തൊറാക്സിക് സ്പൈൻ വരെ. പിന്നെ ഇൻഫീരിയർ ബോർഡർ സെപ്പറേറ്റ് ചെയ്യുന്നു നമ്മുടെ ബേസിനെ ഫ്രം കോസ്റ്റൽ ആൻഡ് മീഡിയൽ സർഫസിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഇൻഫീരിയർ ബോർഡർ. ഇനി ലങ്സിന് 2 സർഫസ് ആണുള്ളത്. ഒന്ന് കോസ്റ്റൽ സർഫസ്, ഒന്ന് മീഡിയൽ സർഫസ്. കോസ്റ്റൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് നമ്മുടെ റിബ്സുമായിട്ട് ചേർന്നിരിക്കുന്ന ഭാഗത്തിനെ നമ്മൾ കോസ്റ്റൽ സർഫസ് എന്ന് പറയുന്നു. മീഡിയൽ എന്ന് പറഞ്ഞാൽ നടുക്ക് ഭാഗമാണ് മീഡിയൽ സർഫസ്. ഈ ഡയഫ്രമാറ്റിക് സർഫസ് എന്ന് പറഞ്ഞ ഒരെണ്ണമില്ല, അത് ആ ഫോട്ടോയിൽ ഒരു തെറ്റ് കൊടുത്തേക്കുന്നതാണ്. ഈ 2 സർഫസുകളും മീഡിയൽ സർഫസും കോസ്റ്റൽ സർഫസും. ഓക്കെ, അപ്പൊ ഈ മീഡിയൽ സർഫസിനെ പിന്നെയും നമ്മൾ ഈ നടുക്ക് ഭാഗത്തിനെ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 2ആയിട്ട്. അതായത് പുറകിലുള്ള ഭാഗത്തിനെ വെർട്ടിബ്രൽ പാർട്ട് എന്നും ആന്റീരിയർ പാർട്ടിനെ നമ്മൾ മീഡിയാസ്റ്റൈനൽ പാർട്ട് എന്നും പറയുന്നു. ഇതേണ്ട ഈ പിക്ചറിൽ കാണുന്നതാണ് നമ്മുടെ ലങ്സിന്റെ മീഡിയൽ സർഫസ് ആണ്. ഈ മീഡിയൽ സർഫസിലെ ഈ പുറകുവശത്ത് കാണുന്നതാണ് വെർട്ടിബ്രൽ സർഫസും, അതുപോലെ ഫ്രണ്ട് ഏരിയയിൽ വരുന്നതാണ് മീഡിയാസ്റ്റൈനൽ സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, the vertebral part is related to vertebral bodies. അപ്പൊ ഈ വെർട്ടിബ്രൽ പാർട്ട് പുറകിലാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഈ വെർട്ടിബ്രൽ പാർട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വെർട്ടിബ്രൽ ബോഡീസ്, അതിൻ്റെ ഇടയ്ക്കുള്ള ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക്, പോസ്റ്റീരിയർ ഇന്റർകോസ്റ്റൽ വെസൽസ്, സ്പ്ലാൻസ്റ്റിക് നെർവ്സിനെയൊക്കെയാണ്. എന്നാൽ മീഡിയാസ്റ്റൈനൽ പാർട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് മീഡിയാസ്റ്റൈനൽ സെപ്റ്റമിലാണ് ആൻഡ് ഷോസ് എ കാർഡിയാക് ഇംപ്രഷൻ, ദ ഹൈലം ആൻഡ് എ നമ്പർ ഓഫ് അതർ ഇംപ്രഷൻ വിച്ച് ഡിഫേഴ്സ് ഓൺ 2 sides. ഈ മീഡിയാസ്റ്റൈനൽ പാർട്ട് ഈ ഫ്രണ്ട് പോർഷൻ ആയിട്ട് വരുന്നത് മീഡിയാസ്റ്റൈനൽ പാർട്ട്, അത് റിലേറ്റ് ചെയ്ത് മീഡിയാസ്റ്റൈൻ ആണ്. മീഡിയാസ്റ്റൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ തൊറാക്സിക് ക്യാവിറ്റിയിലെ ഏറ്റവും ഒരു നടുക്കായിട്ടുള്ള പോർഷനാണ് മീഡിയാസ്റ്റൈൻ എന്ന് പറയുന്നത്. അപ്പം അവിടെ ആ സ്പേസ് ആണ് നമ്മുടെ 2 ലങ്സിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ മീഡിയാസ്റ്റൈനൽ പാർട്ട് റിലേറ്റ് ചെയ്യുന്നത് മീഡിയാസ്റ്റൈനൽ സെപ്റ്റവും ആൻഡ് ഷോസ് ഒരു കാർഡിയാക് ഇംപ്രഷൻ, അത് ഹാർട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡിയാക് ഇംപ്രഷൻ, ഇവിടെയാണ് ഹാർട്ട് വരുന്നത്, അവിടെ ഒരു കാർഡിയാക് ഇംപ്രഷനും കാണും. ഓക്കെ, shows a cardiac impression, the hilum and number of other impression which differs from 2 sides. ഇനി കോസ്റ്റൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മൾ റിബ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന സർഫസ് ആണ് കോസ്റ്റൽ സർഫസ്. ഇതാണ് കോസ്റ്റൽ സർഫസ്. റിബ്സ് ഇവിടെയാണ് നമ്മുടെ റിബ്സ്, ഈ ലങ്സിനെ കവർ ചെയ്ത് ഇവിടെ റിബ്സ് വരും, അതുകൊണ്ട് തന്നെ ഇതിനെ കോസ്റ്റൽ സർഫസ് എന്ന് പറയുന്നു. ഇറ്റ് മാച്ചസ് ദ റൗണ്ട് കർവേച്ചേഴ്സ് ഓഫ് ദ റിബ്സ്. ഇനി ഫിഷേഴ്സ് ആൻഡ് ലോബ്സ് ഓഫ് ദ ലങ്സിന്റെ ഫിഷേഴ്സും ലോബ്സും. ഇപ്പൊ നമ്മുടെ റൈറ്റ് ലങ്ങിനെ 3 ലോബായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് 3 ലോബ് ആക്കുന്നത് 2 ഫിഷറാണ്. ഫിഷർ എന്ന് പറഞ്ഞാൽ കട്ടിങ് പോലെ. ഇപ്പൊ 2 കട്ടിങ്സ് ഉണ്ട് ഈ റൈറ്റ് ലങ്ങില്. അത് ഒബ്ലീക്ക് ഫിഷറും ഇതിനെയാണ് ഹൊറൈസോണ്ടൽ ഫിഷറും. 2 ഫിഷറുണ്ട്, ഹൊറൈസോണ്ടൽ ഫിഷറും ഒരു ഒബ്ലീക്ക് ഫിഷറും. ഈ 2 കട്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ റൈറ്റ് ലങ് 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ 3 പാർട്ടിനെയാണ് സുപ്പീരിയർ ലോബ്, മിഡിൽ ലോബ്, ഇൻഫീരിയർ ലോബ് എന്ന് പറയുന്നത്. ലെഫ്റ്റ് ലങ്ങിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 2 ലോബ്സ് കൊണ്ടാണ്. അതിൽ ഒറ്റ ഫിഷറേ ഉള്ളൂ, ഈ ഒബ്ലിക് ഫിഷർ മാത്രമേ ഉള്ളൂ. ഇവിടെ ഹൊറൈസോണ്ടൽ ഫിഷർ ഇല്ല. അതുകൊണ്ട് തന്നെ ലങ്സിനെ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, സുപ്പീരിയർ ലോബും ഇൻഫീരിയർ ലോബും. ഓക്കെ.
പിന്നെ ബ്ലഡ് സപ്ലൈ ഓഫ് ലങ്സ്. നമ്മൾ ഈ ലങ്സിന്റെ ബ്ലഡ് സപ്ലൈ നോക്കുമ്പോൾ നമ്മൾ ആർട്ടീരിയൽ സപ്ലൈ ഉണ്ട്, വീനസ് സപ്ലൈ ഉണ്ട്. അപ്പൊ ഞാനിത് നക്ഷത്രയിൽ കൊടുത്തേക്കുവാണ് എന്താണെന്നുള്ളത്. അപ്പൊ നമ്മുടെ ആർട്ടീരിയൽ സപ്ലൈ നോക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലാണ് ലങ്സിനെ സപ്ലൈ ചെയ്യുന്നത്. അത് ബ്രോങ്കിയൽ ആർട്ടറി വഴിയും പൾമിനറി ആർട്ടറി വഴിയാണ് ലങ്സിനെ നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഈ ബ്രോങ്കിയൽ ആർട്ടറി എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ലങ്സിലേക്ക് എത്തിക്കുന്നു. ഇത് സപ്ലൈ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ബ്രോങ്കിയൽ ട്യൂബും പൾമിനറി ടിഷ്യൂസും ആണ്. ഓക്കെ, ഇപ്പൊ റൈറ്റ് ലെങ്കിൽ ഒരു ബ്രോങ്കിയൽ ആർട്ടറിയും ലെഫ്റ്റ് ലെങ്കിൽ രണ്ട് ബ്രോങ്കിയൽ ആർട്ടറിയുമാണ് ഉള്ളത്. ഓക്കെ, അതാണ് ബ്രോങ്കിയൽ ആർട്ടറി. ഇനി പൾമിനറി ആർട്ടറി ആണെങ്കിൽ ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ആണ് കൊടുക്കുന്നത്, ലങ്സിൽ സപ്ലൈ ചെയ്യുന്ന ഡീഓക്സിനേറ്റഡ് ബ്ലഡ്. അപ്പം ഇത് റൈറ്റ് ലെങ്കിൽ റൈറ്റ് പൾമിനറി ആർട്ടറി, ലെഫ്റ്റ് ലെങ്കിൽ ലെഫ്റ്റ് പൾമിനറി ആർട്ടറി ഉണ്ട്. ഓക്കെ, ഇനി വെയിനസ് സപ്ലൈ നോക്കാം. വെയിനസ് സപ്ലൈയും അതിലും രണ്ട് വെയിൻസ് ഉണ്ട്, ബ്രോങ്കിയൽ വെയിൻസും ഉണ്ട്, പൾമിനറി വെയിൻസും ഉണ്ട്. ബ്രോങ്കിയൽ വെയിൻസ് നോക്കുവാണെങ്കിൽ ഓരോ സൈഡിലും ഈ രണ്ട് ബ്രോങ്കിയൽ വെയിൻസ് വീതമുണ്ട്. റൈറ്റ് ബ്രോങ്കിയൽ വെയിൻ ഡ്രെയിൻ ചെയ്തിരിക്കുന്നത് അസൈഗസ് വെയിനിലോട്ടാണ്, അസൈഗസ് വെയിനിലോട്ട് ചെന്ന് ഡ്രെയിൻ ചെയ്യുന്നു. അതുപോലെ ലെഫ്റ്റ് ബ്രോങ്കിയൽ വെയിന് ഡ്രെയിൻ ചെയ്യുന്നത് ലെഫ്റ്റ് സുപ്പീരിയർ ഇന്റർകോസ്റ്റൽ വെയിനിലോ അല്ലാന്നുണ്ടെങ്കിൽ ഹെമി അസൈഗസ് വെയിനിലോട്ടോ ആണ്. ഓക്കെ, ഇപ്പൊ ബ്രോങ്കിയൽ വെയിന്റെ കാര്യം പറഞ്ഞു. ഇനി പൾമിനറി വെയിൻ. ഈ പൾമിനറി വെയിന് ഡ്രെയിൻസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ലങ്സ് ടു ഹാർട്ട്. ലങ്സിൽ നിന്ന് ഹാർട്ടിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊടുക്കുന്നു. സാധാരണഗതിയിൽ ആർട്ടറീസ് പ്യുവർ ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത്, വെയിൻസ് ഇംപ്യുവർ ബ്ലഡ്. പക്ഷെ പൾമിനറി ആർട്ടറിയും പൾമിനറി വെയിനും എക്സെപ്ഷൻ ആണ്. ഈ പൾമിനറി വെയിൻ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത്. 2 pulmonary veins on each side ഉണ്ട്. They part of venous blood from lungs is drained by pulmonary veins. ഇപ്പം കൂടുതലും ലങ്സിൽ നിന്നുള്ള വെയിൻസ് വഴിയുള്ള സപ്ലൈ എന്ന് പറയുന്നത് പൾമിനറി വെയിൻസ് വഴി ആണ്. ഓക്കെ, ഇത്രയാണ് ലങ്സിന്റെ ഒരു ബ്രീഫായിട്ടുള്ള അനാറ്റമി എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.